ചെയ്തിട്ടും ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ ഒരു കുറവില്ല. നീ സിഗരറ്റ് വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് എൻ്റെ ചുണ്ടിന് ചുറ്റും ഇതുപോലെ പിഗ്മെൻറ്റഡ് ഇരിക്കുന്നത് എന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കുകയും വേണ്ട. നമ്മുടെ ചുണ്ടിന് ചുറ്റും വരുന്ന പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സൊക്കെ മാറ്റി നമുക്ക് നല്ലൊരു ബേബി പിങ്കി സ്ലിപ്സ് ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ ഒരു 1 മന്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ചുണ്ടിന് ചുറ്റും ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടിരിക്കുകയാണ്. ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് എന്തൊക്കെ ചെയ്തിട്ട് ഒരു കുറവുമില്ല, വീണ്ടും വീണ്ടും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ അടിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും ലിപ്സ്റ്റിക് ഇടാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അമ്മ ചുണ്ടിന് ചുറ്റും ഭയങ്കര ഡാർക്കായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഹോം റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബോത്ത് ബോയ്സും ഗേൾസും ഒരുപോലെ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഇത് വന്നിട്ട്. ഗേൾസ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ബോയ്സിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നത് നിങ്ങൾ സിഗരറ്റ് വലിയൊക്കെ തുടങ്ങിയല്ലേ, അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ചുണ്ടിന് ചുറ്റും കറുത്തിരിക്കുന്നതെന്ന്. ഇനി നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങളൊരു 1 മന്ത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിൻ്റെ ഒരു ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത്. കാരണം എൻ്റെ ചുണ്ടിന് ചുറ്റും ഭയങ്കര പിഗ്മെന്റഡ് ആയിരുന്നു. അതുപോലായിരുന്നു എൻ്റെ ചുണ്ടിന് ചുറ്റും ഇരുന്നത്. ചുണ്ട് ഫുള്ളി പിഗ്മെന്റഡ് ആയിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് ലിപ് ബാം യൂസ് ചെയ്യത്തില്ല, പ്രോപ്പറായിട്ട് ചുണ്ട് ടേക്ക് കെയർ ചെയ്യത്തില്ലായിരുന്നു, ഒന്നും ചെയ്യില്ലായിരുന്നു. അമ്മാതിരി പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു 1 മന്തോളം കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒറിജിനൽ ലിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ലിപ് ബാം മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും എനിക്കിപ്പം ഇപ്പം പെട്ടെന്നൊന്ന് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു 1 മന്ത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് എന്തുകൊണ്ട് ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ വരുന്നു, നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് ഒരു കാരണമാണ്. നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ വരും. കാരണം അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ല, നമ്മളത് യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് പണി കിട്ടത്തില്ല, പ്രോപ്പർ അല്ലാണ്ട് യൂസ് ചെയ്താൽ നമുക്ക് പണി കിട്ടും. മസ്റ്റായിട്ട് നിങ്ങളൊരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഒരു 200 രൂപ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 500 രൂപയുടെ ഉള്ളിൽ നിൽക്കുന്ന ലിപ് ബാം, നല്ല അടിപൊളി ലിപ് ബാം നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തിനാണ് നമ്മൾ ഈ പിശുക്ക് കാണിക്കുന്നത്? എന്തുവായാലും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തില്ല, അപ്പോൾ ലിപ് ബാമും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൂടെ? ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ നോക്കുക എപ്പോഴും. ആ ഒരു ലിപ് ബാം വാങ്ങിച്ചാലും നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ എടുത്തെടുത്ത് കളയുമല്ലോ, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരാൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിട്ട് അതിന് പിന്നെ വല്ല റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ച് റിമൂവ് ചെയ്യാണ്ടിരിക്കില്ല. നിങ്ങളത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. നല്ലോണം ഒന്ന് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തില്ല, ആ കൂട്ടത്തിൽ നല്ലോണം ഒന്ന് ലിപ്സൊക്കെ നല്ലോണം ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ലിപ് മാസ്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഹോം റെമഡി ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ ലിപ് ബാം ലിപ് മാസ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നമ്മുടെ തേനില്ലേ, തേൻ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഈ പറയുന്ന ഒരു പാക്ക് വീക്ക്ലി 1 ടൈം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇനി പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. ബോത്ത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സ്ക്രബിംഗ് മെത്തേഡും നമ്മളൊരു പാക്കുമായിട്ടാണ് ചെയ്യുന്നത്. സ്ക്രബിങ് വീക്ക്ലി 1 ടൈം മാത്രം ട്രൈ ചെയ്താൽ മതി. പിന്നെ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇന്ന് ട്രൈ ചെയ്തു, 2 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം ട്രൈ ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. പക്ഷേ സ്ക്രബിങ് 1 ടൈം മാത്രമേ ട്രൈ ചെയ്യാവൂ വീക്ക്ലി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേയിലപ്പൊടി എടുക്കാം, അതല്ലെങ്കിൽ കോഫി പൗഡർ എടുക്കാം. പിന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് തേനാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നേരം ഈ തേനിൻ്റെ കുപ്പിയൊക്കെ തുറക്കാൻ ഭയങ്കര പാടാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ, അതാണ് ബെസ്റ്റ്. ഞാൻ അതിന് ശേഷം രണ്ടും കൂടെ മിക്സാക്കി നമ്മുടെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു നല്ലോണം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വലിച്ച് പറിച്ചൊന്നും ചുണ്ട് സ്ക്രബ് ചെയ്യാൻ നിൽക്കില്ല, നമുക്ക് ഒട്ടും നല്ലതല്ല. ജസ്റ്റ് ഒരു ജെന്റിൽ സ്ക്രബിങ് മാത്രമേ കൊടുക്കാവൂ. ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ് നല്ലോണം എന്ന് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചുണ്ടിന് ഒട്ടും പെയിൻ വരുന്ന രീതിയിൽ, നമ്മുടെ ചുണ്ടിന് ഒട്ടും ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രബ് ചെയ്യില്ല. പിന്നെ ഈ ഒരു സ്ക്രബിങ് മെത്തേഡ് വീക്ക്ലി 1 ടൈം മാത്രമേ ട്രൈ ചെയ്യാവും. അതിലിപ്പോൾ കുറേ റിസൾട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ട്രൈ ചെയ്താൽ പിന്നെ നമ്മുടെ കയ്യിലിരിക്കത്തില്ല, നമ്മുടെ ചുണ്ടിൻ്റെ കാര്യം ഒരു രക്ഷയും കാണത്തില്ല കേട്ടോ. അപ്പോൾ വീക്ക്ലി 1 ടൈം ജസ്റ്റ് ഒരു ജെന്റിലായിട്ട് മാത്രമേ സ്ക്രബ് ചെയ്ത് കൊടുക്കാവൂ. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം തേയിലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ എടുക്കാം. അപ്പോൾ ഇതെന്തായാലും സ്ക്രബ് ചെയ്ത് നമുക്കിനി വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായി സ്ക്രബിങ് വെച്ചിട്ടുണ്ട്. സ്ക്രബിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് ശ്രദ്ധിച്ചു വേണം കേട്ടോ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായ ലിപ് മാസ്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇത് രണ്ടും കൂടെ എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് രണ്ടും എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് മുകളിലത്തെ റൂമിൽ ഇരിക്കുമായിരുന്നു, അതാണ് ഞാൻ
മീൻസ് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഉലുവാപ്പൊടി മഞ്ഞപ്പൊടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 2 ഐറ്റംസും കൂടെ വേണം. വേറെ ഒന്നും തന്നെയല്ല, അലോവേറ ജെല്ലും ബീട്രൂട്ട് പൗഡറാണ്. ഇനിയിപ്പോൾ അലോവേറ ജെല്ലും ബീട്രൂട്ട് പൗഡറും ഞാൻ അവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ബീട്രൂട്ട് വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. എന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് നോർമൽ ഉള്ളത് അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ബീട്രൂട്ട് പൗഡറാണ്. ഇതാണ്ട് ഇതേ കണക്ക് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അങ്ങാടിക്കടയിലും ഓൺലൈൻ ഷോപ്സിലും ഒക്കെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതിൽ ഏതെങ്കിലും ബെസ്റ്റ് നോക്കി വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മഞ്ഞപ്പൊടി എടുക്കുന്ന സമയത്ത് ഈ മഞ്ഞപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഫുഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ നമ്മൾ മഞ്ഞപ്പൊടി വാങ്ങൂലേ, അതെടുക്കാൻ നിൽക്കല്ലേ. കാരണം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഒന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി, ഇനിയിപ്പോൾ വീട്ടിൽ മഞ്ഞപ്പൊടി പൊടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേ കണക്ക് ബീട്രൂട്ട് പൗഡർ വാങ്ങാൻ കിട്ടുന്നതിൻ്റെ തൊട്ട് മഞ്ഞപ്പൊടി നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. അതേ നിങ്ങൾ എടുക്കാവേ, ഇല്ലെങ്കിൽ വെറുതെ പണി വാങ്ങിച്ചു കൂട്ടില്ല. സോ അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ 4 കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ബോത്ത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബോയ്സ് ട്രൈ ചെയ്യുന്ന സമയത്ത് ആ മീശയുടെ തടിയുടെ ഭാഗത്തൊക്കെ ആണല്ലോ നമ്മൾ ഈ മഞ്ഞപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അയ്യോ ഇനിയിപ്പോൾ പേടി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞപ്പൊടി എടുക്കാൻ നിൽക്കേണ്ട. ബീട്രൂട്ടും നമ്മുടെ ഉലുവാപ്പൊടിയും പിന്നെ വന്നിട്ട് അലോവേറ ജെൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ അലോവേറ ജെൽ ഇല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്താൽ ഒന്നും കൂടെ ബെറ്റർ ആണ്. ഓക്കെ, അപ്പം നല്ലൊരു കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ താണ്ട് ഇവിടെ എൻ്റെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലെടുത്തിരിക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ ചുണ്ടിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ പോകാൻ ബെസ്റ്റ് വൺസ് ആണ് കേട്ടോ. അലോവേറ ജെല്ല് വന്നിട്ട് നമ്മുടെ ചുണ്ട് നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും ചുണ്ടിൽ വരുന്ന ഡ്രൈനെസ് ഒക്കെ മാറ്റി ഒന്ന് നറിഷ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിന് ചുറ്റും വരുന്ന പിഗ്മെൻറ്റേഷൻ പോക്കി നമുക്ക് നല്ലൊരു ബേബി പിങ്കി സ്ലിപ്സ് ഒക്കെ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ്. പിന്നെ വേറൊരു മെയിൻ ഐറ്റം തന്നെ വന്നിട്ട് ബീട്രൂട്ടാണ്. നിങ്ങൾ ബീട്രൂട്ട് കഴിച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചുണ്ടിൽ അപ്ലൈ ചെയ്താൽ നല്ലതാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പറയത്തില്ലേ, നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അരച്ച് ബീട്രൂട്ട് ഇങ്ങനെ ചുണ്ടിലൊക്കെ തേച്ച് ലിപ്സ്റ്റിക് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യത്തില്ലേ. അപ്പോൾ അതേ കണക്ക് ജസ്റ്റ് ഒന്ന് ബീട്രൂട്ട് മാത്രമായിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്യാനും ബെറ്ററാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുവാണ്. ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടില്ല അത് വേഗം ഒന്ന് കഴുകി കളയുന്നതിന് മുന്നേ ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നമുക്കൊന്നും കൂടെ നല്ലതാണ്. പിന്നെ വന്നിട്ട് ഉലുവാപ്പൊടിയും നമ്മുടെ ചുണ്ടിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ പോകാൻ നല്ലതാണ്. പിന്നെ ഈ എടുത്ത് ഇത്രയും ഐറ്റംസ് ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ പോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതല്ല കേട്ടോ. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ, നമ്മുടെ ഫേസിൽ വരുന്ന സൺ ടാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകാനൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ മഞ്ഞപ്പൊടി അലർജി ഉള്ളവർ മഞ്ഞപ്പൊടി എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചുണ്ടിൻ്റെ ഒരു ഇത് വന്നിട്ട്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസ്റ്റ് ആയിട്ടൊരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഡെർമ കോഡ് ലിപ് ബാമാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളല്ല. നിങ്ങളിപ്പോൾ ഇനി ഏതുണ്ട് നല്ല ലിപ് ബാം എന്ന് തപ്പി നിങ്ങൾ നടന്ന് കഷ്ടപ്പെടേണ്ട. ഞാൻ കുറച്ച് നാളും കൊണ്ട് യൂസ് ചെയ്യുന്നൊരു ലിപ് ബാമാണ് നമ്മുടെ ഡെർമാക്കോഡ് SPF 30 വരുന്ന ഒരു ലിപ് ബാം വന്നിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് കാരണം 1% കോജിക് ആസിഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലിപ് ബാം ഒക്കെ എടുക്കുന്ന സമയത്ത് കോജിക് ആസിഡുള്ള ലിപ് ബാം എടുത്ത് നമുക്ക് ഒന്നും കൂടി ബെറ്റർ റിസൾട്ട് വേഗം കിട്ടും. അപ്പോൾ ഇതും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്റ്റായിട്ട് നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോൾ ലിപ് ബാം വാങ്ങാൻ പറ്റൂല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, തേൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് അപ്ലൈ ചെയ്താലും കൊടുക്കാം കേട്ടോ. അതിന് നമുക്കിത് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരിടയ്ക്ക് വെച്ച് ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്ന ആളെ അല്ലായിരുന്നു. ഞാൻ ലിപ് ബാം ഒന്നും തന്നെ യൂസ് ചെയ്യത്തില്ല. ലിപ്സ്റ്റിക് ഇടുന്നു പോകുന്നു വരുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു പോകുന്നു. പക്ഷെ എൻ്റെ ചുണ്ട് നല്ല എട്ടിൻ്റെ പണി കിട്ടി. പക്ഷെ ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പുറകിലുള്ള ആ ഒരു മാജിക് എനിക്ക് മനസ്സിലായത്. കാരണം അമ്മാതിരി നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ എപ്പം ലിപ്സ്റ്റിക് ഇട്ടാൽ അതിന് മുന്നേ ലിപ് ബാം അപ്ലൈ ചെയ്യും. കിടക്കുന്നതിന് മുന്നേ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യും. രാവിലെ എണീച്ച് ഫേസ് വാഷിന് ശേഷം ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യും. ഇപ്പം ലിപ് ബാം എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് പോലും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കൂടപ്പറപ്പാണ്. പിന്നെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ ലിപ്സ്റ്റിക് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. മറ്റേത് പറഞ്ഞാൽ എപ്പോഴും ലിപ്സ്റ്റിക്ക്, അവിടെ പോകാൻ ലിപ്സ്റ്റിക്ക്, ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങാൻ ലിപ്സ്റ്റിക്ക്, ആ ഒരു രീതിയാണ്. കാരണം ചുണ്ട് അമ്മാതിരി പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന്. പക്ഷേ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കും. പിന്നെ പേജ് ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.